സാറേ, പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടു. സത്യത്തിൽ BJP അവിടെ ജയിക്കുമെന്നാണ് തുടക്കം മുതൽ എല്ലാവരും കരുതിയത്. മാധ്യമങ്ങളിലൊക്കെ ചെറിയ സൂചനയും നൽകിയിരുന്നു. ഇപ്പം കരുതിയിരുന്നില്ല. ഇല്ലല്ലേ? അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന BJP സ്ഥാനാർത്ഥിയെ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ, അവർ നഗരസഭയിലെ കൗൺസിലറാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. അവരുടെ ഇടപെടൽ കൊണ്ട് നഗരസഭയിലെ പല കൗൺസിലർമാരും പരസ്യമായി കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ പോലും രംഗത്തിറങ്ങിയില്ല. അപ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ആ BJPയുടെ നേതൃത്വത്തിൽ, ജില്ലാ നേതൃത്വത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഈ പരാജയത്തിന് കാരണം അതുതന്നെയാണോ? ഈ കൗൺസിലർമാർ പലരും രംഗത്ത് ഇറങ്ങിയിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ഈ വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വലിയ വിജയം ഉണ്ടല്ലോ, BJPയുടെ ദയനീയ പരാജയവും കുറേ BJP വോട്ടുകൾ മറിഞ്ഞ് കോൺഗ്രസിലേക്ക് പോയിട്ടില്ലേ എന്നുള്ളൊരു സംശയം വരും. സരിന് കിട്ടേണ്ട കുറേ വോട്ടുകൾ മറ്റേ മറിഞ്ഞു പോവും എന്നൊക്കെ ഉള്ളത് നേരത്തെയുള്ള ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ സരിൻ്റേത് കഴിഞ്ഞ തവണ CPM കിട്ടിയ വോട്ടിൻ്റെ അത്രയൊക്കെ സരിന് ഇത്തവണ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണത്തെ തന്നെ നിലനിർത്തി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തവണ ഈ ഷാഫി പറമ്പലിന് മറിച്ച് വോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ CPM സഹാക്കൾ. ആ സഹാക്കളൊക്കെ ഇത്തവണയും രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് കരുതേണ്ടതുള്ളൂ. വിഭാഗീയതയുള്ള സ്ഥലമാണ്, കൃഷ്ണദാസ് ഗ്രൂപ്പും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇവിടെ LDFും BJPയും തമ്മിലുള്ള വ്യത്യാസം 2500 വോട്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. ശ്രീകണ്ഠൻ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്ന ഏതാണ്ട് പ്രവചിച്ച വോട്ട് കിട്ടി, 18,000 വോട്ട് എന്നാണ് ശ്രീകണ്ഠൻ പറഞ്ഞത്. ഇത് 18,198 വോട്ട് ഞാൻ കാണുമ്പോഴുള്ള സംഖ്യയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഷാഫിയുടെ ഹാട്രിക്കിൽ രണ്ടാമത്തെ തവണ ഷാഫി നേടിയ വോട്ടുണ്ടല്ലോ, അതിനേക്കാളും കൂടി 5 കൂടിയില്ല. ഷാഫിക്ക് കിട്ടിയത് 17,480. അല്ല, കഴിഞ്ഞ തവണയാണ് 3000. ഇത് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഞാൻ പറയണേ. ഷാഫി ജയിച്ചേ മൂന്നാമത്തതല്ല. 17,483. അതാണ് ഏറ്റവും കൂടുതൽ വോട്ട് അവിടെ ഷാഫിക്ക് കിട്ടിയത്. അതിനേക്കാൾ കൂടുതൽ 1000 വോട്ട് കിട്ടിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ണാടി പഞ്ചായത്ത് ഉണ്ടല്ലോ, CPM കോട്ട എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ അകത്ത് 14 ബൂത്തിലും രാഹുൽ മാങ്കൂട്ടം മുന്നേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ തന്നെ ഭൂരിപക്ഷം ബൂത്തുകളിലും ആദ്യം ഞാൻ കേട്ടിരിക്കുന്ന ഭാഗം വെച്ചിട്ടാണ് പറയുന്ന, അവസാന കണക്കല്ല. അപ്പോൾ അവരുടെ പഞ്ചായത്ത് എല്ലായിടത്തും നഗര BJP ശക്തമാണെന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ BJP കോട്ട, ഈ പാലക്കാട്ടാണല്ലോ BJP കോട്ട എന്നൊക്കെ പറയാവുന്ന ഏക ഒരു മണ്ഡലം കേരളത്തിൽ, അതുമൊക്കെ തകർത്ത് ആണ് മുന്നേറിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് BJP കൗൺസിലർമാർ ഈ പറഞ്ഞ പോലെ വിട്ടുനിന്നതായിട്ട് പറയുന്നുണ്ട്. തൃശ്ശൂരിൻ്റെ ഒരു ഗുണം കിട്ടിയിരിക്കുന്നത് BJPക്ക് ചേലക്കരയിലാണ്. കാരണം അവിടെ വോട്ട് കൂടിയിട്ടുണ്ട്, 30,000-ഓളം വോട്ട് വന്നിട്ടുണ്ട് BJPക്ക്. അപ്പോൾ ആ ഗുണം തൃശ്ശൂരിലെ ഗുണം കിട്ടിയിട്ടില്ല. തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണെങ്കിലും, ജില്ല വേറെയാണെന്നല്ലേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് കിട്ടിയല്ലോ ആ വോട്ട്, പാലക്കാട് മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് അത് കിട്ടിയില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല. ഈ സന്ദീപിൻ്റെ പോക്കുകൊണ്ട് കുഴപ്പമൊന്നും BJPക്ക് ഉണ്ടായിട്ടില്ല എന്ന ആദ്യഘട്ടത്തിലൊക്കെ പറയുന്നവരൊന്ന് വീണ്ടും വിചാരമൊക്കെ നടത്തേണ്ട ഘട്ടവും കൂടി വരും. ഒറ്റടിക്ക് തള്ളിക്കളയാനൊക്കെ എളുപ്പമാണ്. സന്ദീപിൻ്റെ കൂടെ അണികൾ പോയിട്ടില്ല എന്നൊക്കെ പറയാം. പക്ഷേ സന്ദീപ് പ്രകടിപ്പിച്ചത് ഈ പറഞ്ഞ പോലെ കൃഷ്ണകുമാർ കുടുംബം ഉണ്ടല്ലോ, മിനി അടങ്ങുന്ന കുടുംബം, ആ കുടുംബത്തിനോട് അവിടെയുള്ള BJP പ്രവർത്തകർക്ക് കുറച്ച് അസ്വാരസ്യങ്ങളുണ്ട്. അത് പാലക്കാട് ജോലി ചെയ്തിട്ടില്ല, അങ്ങനെയല്ലേ? അങ്ങനെയുണ്ട്. കാരണം പാലക്കാട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഈ കൃഷ്ണകുമാർ ഏറ്റവും ജൂനിയറായ ഒരു കൗൺസിലറാണ്. അന്ന് ശിവരാജൻ എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ നഗരസഭയുടെ വൈസ് ചെയർമാനായിരുന്നു. അന്ന് വനിതാ സംവരണമായിരുന്നു തോന്നുന്നു. അപ്പോഴാണ് പാലക്കാട്, അതിനൊക്കെ മുമ്പ് ബാലസുബ്രഹ്മണ്യം കണ്ടത്. അല്ല, ആ സമയത്താണ് പാലക്കാട് ഈ നഗരസഭയിൽ BJP ശക്തി ആർജിച്ച് വരുന്നത്. അങ്ങനെ ശക്തി ആർജിച്ച് വന്ന് കൃഷ്ണകുമാർ പിന്നീട് ഇവരെയൊക്കെ കണ്ടുപഠിക്കുകയും, പിന്നീട് ഈ ശിവരാജൻ, അന്ന് BJPക്ക് ഇത്രയും നേതാക്കളില്ല, പാലക്കാട് അറിയപ്പെടുന്ന നേതാവ് ഈ ശിവരാജനായിരുന്നു.
പിന്നീട് ഈ കാലം മാറി മാറി വന്നപ്പോൾ ഈ കൃഷ്ണകുമാർ കുറച്ചുകൂടെ ശക്തനായ നേതാവായി മാറി. മാത്രമല്ല ഇദ്ദേഹം നല്ലൊരു ജെന്റിൽമാൻ ആയിരുന്നു. എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഈ പറയുന്ന ഈ കൽപ്പാത്തി മേഖലയിലും ബാക്കിയുള്ളിടത്തൊക്കെ പോകുന്നു. മാത്രമല്ല അവിടെ ഉള്ളവർ കൂടുതൽ കച്ചവടക്കാര. ഇവരെല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോയി പരസ്പരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തിരിച്ചു വരുന്നത്. ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണ് നമുക്ക് കാണുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുമായി ബന്ധമുള്ള കൃഷ്ണകുമാർ പതിയെ പതിയെ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന ഒരാളെന്നുള്ള ഒരു ഇമേജ് ആ പാർട്ടിക്കാർക്ക് തന്നെ ഉണ്ടായി. അതാണ് നിലവാരത്തിലെത്തിയ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന പാലക്കാട്ടുകാരൻ തന്നെ പറഞ്ഞതാണ്. അതായത് അവിടെ ഒരു പാൽ സൊസൈറ്റിയിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ ഈ കൃഷ്ണകുമാർ മത്സരിക്കുന്നു, നഗരസഭയിലേക്ക് മത്സരിക്കുന്നു. ഇനി കൃഷ്ണകുമാർ മത്സരിക്കുന്നില്ല എന്ന് വെച്ചു, അപ്പം ഭാര്യയെ കൊണ്ട് മത്സരിപ്പിക്കുന്ന ഭാര്യയെ ചെയർപേഴ്സൺ ആക്കി മാറ്റുന്നു. അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഒരു സ്വാധീനം മാത്രമാണ് ആ ജില്ലാ ഘടകത്തിലുണ്ടായതെന്ന് വ്യക്തം. ഇനി ശോഭാ സുരേന്ദ്രൻ കുറേ കാലം പാലക്കാട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും കൃഷ്ണകുമാറിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും അവിടെ ഉണ്ട്. എത്രയൊക്കെ ഇല്ല എന്ന് പറയാനും അതുകൊണ്ട് കൂടിയാണ് അവിടെ ഫ്ലെക്സുകളൊക്കെ ഉയർന്നു വന്നതെന്ന് നമുക്ക് പറയാം. പക്ഷേ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ തവണ അവിടെ മത്സരിക്കാൻ പറ്റിയില്ല. കൃഷ്ണകുമാർ മലമ്പുഴയെ മത്സരിച്ചപ്പോഴും വോട്ട് ഉയർത്തി. അപ്പം നഗരത്തിൽ നിന്ന് കൃഷ്ണകുമാറിനെ അനുകൂലിക്കുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇല്ല എന്നുള്ളത് ഈ തവണത്തെ വോട്ടിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് എണ്ണിയപ്പോൾ മനസ്സിലായി. കാരണം ആദ്യഘട്ടത്തിൽ ഒരു 10,000 വോട്ടിൻ്റെ വരെ ഭൂരിപക്ഷം BJPക്ക് എങ്ങനെയായാലും നഗരത്തിൽ നിന്ന് കിട്ടേണ്ടതായിരുന്നു. ഇത്തവണ 1000 വോട്ടിന് എതിർ സ്ഥാനാർത്ഥി അതായത് ഈ രാഹുൽ ലീഡ് ചെയ്തു. അപ്പോൾ അവിടെ എന്തൊക്കെയോ സമവാക്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളത് വ്യക്തമാണ് സാധാരണ പ്രവർത്തകർക്കിടയിൽ. അത് അംഗീകരിക്കാൻ ഈ ജില്ലാ നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ എന്നാണ് നമ്മളിനി ചിന്തിക്കേണ്ടത്. അതുമല്ല, ഞാൻ കേട്ടിരുന്നത് സുരേന്ദ്രൻ ചിലപ്പോൾ സ്ഥാനാർത്ഥിയാകാം എന്നാണ്. അപ്പോൾ ഈ രഘുനാഥ് എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചാർജുള്ള ആള് പാലക്കാട്ടുകാരനല്ലല്ലോ. അല്ല, അത് കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് സുരേന്ദ്രൻ വെച്ചിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. എന്തുകൊണ്ട് സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവും, അപ്പൊ കോഴിക്കോട്ട് നിന്നുള്ള രഘുനാഥ് ഇരിക്കട്ടെ. അങ്ങനെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ അട്ടിമറിച്ച് കേന്ദ്രത്തിൽ പ്രബലനായ ഒരാളോട് പറഞ്ഞ് അങ്ങനെയാണ് കൃഷ്ണകുമാർ വന്നത് എന്നാണ് ഈ BJP പ്രവർത്തകരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? സുരേന്ദ്രനും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് രഘുനാഥിനെ അവിടെ ഇലക്ഷൻ ചാർജായിട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം കോഴിക്കോട് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അതെ, അപ്പോൾ അങ്ങനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ച സ്ഥലത്താണ് ഒരു അട്ടിമറി സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ സുരേന്ദ്രനെ പോലും വെട്ടാനുള്ള ഒരു ശക്തി പാലക്കാട്ട് ഈ കൃഷ്ണകുമാർ കുടുംബത്തിന് ആ വംശപരമ്പരയ്ക്ക് ഉണ്ടായി എന്നുള്ള വംശപരമ്പരയ്ക്കൊന്നും പറയാൻ പറ്റില്ല സാറേ. കൃഷ്ണകുമാറും ഭാര്യയും അടങ്ങുന്ന ഒരു ആളുകൾ അല്ലേ ഇപ്പം അവിടെ തന്നെ അങ്ങനെയല്ലേ തുടങ്ങുന്നത്. അതെ, ഒരു സൊസൈറ്റി പോലും അവിടെ BJPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നൊരു ആരോപണമുണ്ട്. അതിൽ ഈ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും അവരുടെ ഒരു സുഹൃത്തും ഒക്കെ പങ്കാളികളാണ്. ആ സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ പോലും BJP പ്രവർത്തകർക്ക് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ കൗൺസിലർമാർ പോലും ഈ ഭാര്യയുടെ ചില പ്രവർത്തനങ്ങൾ അതൃപ്തി പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കൃഷ്ണകുമാറിനെ നെഗറ്റീവ് ആകുമെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു. അത് അദ്ദേഹം കാണിച്ചില്ല. ഈ മറ്റുള്ളവരുമൊക്കെ ഈ കൃഷ്ണകുമാർ ജയിക്കുന്നു പറഞ്ഞപ്പോഴും ഞാൻ ഒരു വീഡിയോയെ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി ABCയിൽ ചെയ്തിട്ടുള്ളൂ. അതിൽ കൃഷ്ണകുമാർ ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഷാഫി പറമ്പിലിന് ജയിച്ചല്ലോ, അത് മാറാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ വ്യക്തിപരമായ കാര്യങ്ങൾ എനിക്കറിയാമെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ എങ്ങനെ സ്ഥാനാർത്ഥിയായി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടിയൊക്കെ കടുപ്പമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ അത് കൈകാര്യം ചെയ്തിട്ട് പറഞ്ഞു വന്നപ്പോൾ അവിടെ പറ്റിയ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ അല്ലായിരുന്നു എന്നുള്ളതാണല്ലോ. എന്താണെന്ന് വെച്ചാൽ ശ്രീധരൻ നിന്നപ്പോൾ ഷാഫി പറമ്പിൽ 4000 വോട്ടിന് ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ശ്രീധരനേക്കാൾ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ എന്ന് പറയാൻ പറ്റില്ല. ശ്രീധരനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വരണമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ 4000 വോട്ട് മറികടക്കാൻ, എങ്കിലല്ലേ ജയിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് BJP ആലോചിക്കേണ്ടിയിരുന്നത്. അല്ല, സരിൻ പറഞ്ഞ ചില വാക്കുകൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ അവസാന നിമിഷത്തിൽ CPMലെ കുറേ വോട്ടുകൾ ഷാഫിക്ക് കിട്ടിയത് കൊണ്ടാണ് ജയിച്ചതെന്ന് സരിൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പാർട്ടി മാറിയപ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ കണ്ണാടി പഞ്ചായത്ത് എന്ന് പറയുന്നത് CPMന്റെ ഒരു ഉറച്ച കോട്ടയാണ്. ഒപ്പം പിരായിരി എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് കോൺഗ്രസിന് അനുകൂലമായ വോട്ട് നന്നായി കിട്ടും. ഇത്തവണ പിരായിരിയിൽ എനിക്ക് വന്നത് 13,000 വോട്ടിൽ അത് കോൺഗ്രസിന്റെ അടിത്തറയായിരുന്നു. കാരണം ഈ നഗരസഭയിൽ BJP എത്രത്തോളം ലീഡ് ഉയർത്തുന്നോ അതിനെ അവർക്ക് തരണം ചെയ്യാൻ കഴിയുന്ന എപ്പോഴും ഈ പിരായിരി മേഖല വെച്ചിട്ടാണ് ആണ്. ഇനി CPM അവിടെ ഒക്കെ പിടിച്ചു നിൽക്കുന്നത് ഈ കണ്ണാടി എന്ന് പറയുന്ന സ്ട്രോങ് മേഖലയാണ്. കണ്ണാടിയിലെ സഖാക്കളുടെ അടുത്ത് മാറ്റി കുത്ത് എന്ന് പറഞ്ഞാൽ അവർ കണ്ണടച്ച് മാറ്റി കുത്തും. അത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത്തവണ.
അത്രയും സ്ട്രോങ് സഖാക്കളുള്ള സ്ഥലം. അപ്പോൾ അവിടെയും ഈ CPM കളിച്ചോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ എന്തു വന്നാലും CPM-ഉം BJP-യും തമ്മിലുള്ള വോട്ടിൻ്റെ അന്തരത്തിൽ വളരെ കുറവ് വന്നു എന്നുള്ളത് 2500 വോട്ടേ ഉള്ളൂ. അത് വളരെ ഗൗരവമായിട്ട് അവർ പരിശോധിക്കേണ്ട ഒരു കാര്യമല്ലേ, എങ്ങനെയാണ് അത്രയും കുറവ് വന്നത്. അപ്പോൾ ഈ കോൺഗ്രസിന് വോട്ട് ആരെങ്കിലും മറിച്ചു കൊടുത്തെങ്കിൽ പോലും BJP-ക്ക് ഇനിയൊരു കണക്ക് പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ കാലത്ത് ഈ പാലക്കാട് മണ്ഡലത്തിൽ കിട്ടിയ വോട്ടിൽ നിന്ന് 11,000 വോട്ട് പോയിട്ടുണ്ട് BJP-ക്ക്. 11,000. അതത്ര ചെറുതായിട്ട് എടുത്താൽ പോരാ. BJP ഈ 11,000 വോട്ട് എങ്ങനെ പോയി എന്നുള്ളതിന് ഉത്തരം പറയേണ്ടി വരും BJP നേതൃത്വം, സുരേന്ദ്രൻ ഉൾപ്പെടെ. കാരണം സുരേന്ദ്രൻ അവിടെ തമ്പടിച്ച് പ്രവർത്തിച്ചാണല്ലോ. 11,000 വോട്ട് പോയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ നഗരസഭയിൽ ഇത്രയും വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് നഗരസഭയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് BJP-ക്ക് ഒരു ഭരണം കിട്ടുന്നത്. ആ ഭരണം കിട്ടിയ പാലക്കാട് നഗരസഭയിൽ അവിടെ എന്തൊക്കെയോ മണ്ണൊലിച്ചു പോകുന്നുണ്ടെന്നുള്ള വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഈ പറയുന്ന മൂത്താൻ സമുദായം എന്ന് പറയുന്നവരാണ് നഗരഹൃദയത്തിലുള്ള ഒട്ടുമിക്ക കച്ചവടക്കാർ. അല്ല, എനിക്ക് തോന്നുന്നത് അത് ശരിയാണ്. മൂത്താന്തറയിൽ നിന്ന് BJP-ക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ. മൂത്താന്തറയിൽ നിന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു അതിനപ്പുറത്തേക്ക്, കാരണം അവിടെ എണ്ണുമ്പോൾ മാത്രം കുറച്ച് വോട്ടിന് കൃഷ്ണകുമാർ മുമ്പിൽ നിന്ന് മുമ്പ് വയ്ക്കുന്നു. അത് ഞാൻ പറയാം, കൃഷ്ണകുമാറിൻ്റെ ഏരിയയാണത്. കൃഷ്ണകുമാർ എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോകുന്ന ഭക്തൻ കൂടെയാണ്. മാത്രമല്ല അത്തരത്തിലുള്ള BJP നേതാക്കളെല്ലാം തന്നെ ഇങ്ങനെ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്, എല്ലാ ആളുകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഈ സന്ദീപിൻ്റെ അമ്മ മൂത്താനായതുകൊണ്ട് മൂത്താന്മാർ സന്ദീപിൻ്റെ കൂടെ നിന്നില്ല. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു. അതെ. അപ്പം ആ നഗരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളത് പാലക്കാട്ടെ BJP-യുടെ ഒരു വലിയ വീഴ്ചയ്ക്ക് തുടക്കമാണെന്നാണ് പറയുന്നത്. കാരണം ഇനി ഒരു വർഷത്തിനുള്ളിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. സന്ദീപ് ഇന്ന് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിരുന്നു അടുത്ത തവണ ഈ പാലക്കാട്ടെ ഭരണവും പോകും എന്ന് പറഞ്ഞു. അത് ഒട്ടും ഗൗരവം കുറച്ച് കാണണ്ട. കാരണം ഈ കൃഷ്ണകുമാറിൻ്റെ ഈ കുടുംബത്തിനെ പറ്റിയും പറഞ്ഞിരുന്നു. ഇനി ഒരുപക്ഷെ ഈ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയോ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പാലക്കാട്ട് BJP-ക്ക് അത്ര ഗുണകരമായിരിക്കില്ല എന്നാണ് പുറത്തു വരുന്ന സൂചന. കാരണം അണികൾക്ക് ഇവരോട് ഇത്രയും താല്പര്യക്കുറവുണ്ടെന്ന് എന്തുകൊണ്ട് ജില്ലാ നേതൃത്വം മനസ്സിലാക്കുന്നില്ല? അപ്പോൾ മനസ്സിലാക്കാത്തതല്ല, കൃഷ്ണകുമാറിൻ്റെ ഭാര്യയ്ക്കും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ദേശീയ നേതൃത്വത്തിലും പോലും സ്വാധീനമുണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറച്ചിലുകളായി. ഈ അടക്കം പറച്ചിൽ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പരസ്യമായ വിഴുപ്പലക്കലായിക്കൂടാ എന്ന് പറയാൻ പറ്റുമോ? അതാവും. അപ്പോൾ എന്തായാലും ഈ ഒരു പരാജയം, അതായത് 3,500 വോട്ടിൻ്റെ പരാജയമാണ് ഇപ്പോൾ ഒറ്റയടിക്ക് 18,000 വോട്ട്, അതായത് 5 ഇരട്ടിയോളം ഉയരുന്നുണ്ട് ഈ പരാജയത്തിന് കണക്ക്. അത് പാർട്ടി നേതൃത്വം പരിശോധിക്കുമ്പോൾ അതിൻ്റെ വീഴ്ചകൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, അല്ലേ? അതെ, 3-ാം സ്ഥാനത്തുള്ള കക്ഷിയും 2-ാം സ്ഥാനത്തുള്ള കക്ഷിയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ വന്നു. അങ്ങനെയല്ലല്ലോ, 2-ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും വളരെ മുകളിൽ നിൽക്കണമാണല്ലോ. അതെ. 11,000 വോട്ട് പോയത് LDF-ഉം BJP ആയിട്ടുള്ള വ്യത്യാസം വെറും 2,500 വോട്ടായത്, ഇതൊക്കെ പാലക്കാടിനെ സംബന്ധിച്ച് വളരെ അലാമിംഗ് ആയ ഒരു സിറ്റുവേഷനാണല്ലേ. ഒരു വലിയ മുന്നറിയിപ്പ് ആണ് BJP-ക്ക്. അതെ, കാലങ്ങളായി കെട്ടിപ്പടുത്തുകൊണ്ട് വന്ന BJP-യുടെ അടിത്തറയ്ക്ക് അവിടെ കോട്ടം സംഭവിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അടിത്തറയിൽ നിന്നും മണ്ണിളകുന്നു. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.